ആഴക്കടലിൽ ചൂര പിടിച്ചും തൊണ്ട് നനച്ചതിൽ കയറ് പിരിച്ചും പായക്കപ്പലിൽ ദിശയറിയാതെ കടലിലലഞ്ഞും ഇങ്ങനെ പാടാരിപ്പെട്ടൊരു ജനതകൾ ദ്വീപിൽ വാണിടും കാലം. ആഴക്കടലിൽ ചൂര പിടിച്ചും തൊണ്ട് നനച്ചതിൽ കയറ് പിരിച്ചും പായക്കപ്പലിൽ ദിശയറിയാതെ കടലിലലഞ്ഞും ഇങ്ങനെ പാടാരിപ്പെട്ടൊരു ജനതകൾ ദ്വീപിൽ വാണിടും കാലം. അന്നേരം ഒരു രക്ഷകൻ വന്നു നവനവ ജീവിത പദ്ധതി തന്നു. PM സയ്യിദ് എന്ന അത്ഭുത ജ്യോതി മുന്നിൽ നടന്നു. ബുദ്ധി വിവേകം ഉള്ളൊരു ദ്വീപു നിവാസികൾ പിന്നിൽ നിരന്നു. യാത്രയ്ക്കിന്നൊരു വിഷമവുമില്ല, കപ്പലുകൾക്കൊരു പഞ്ഞവുമില്ല. വലിയൊരു കപ്പൽ MV കവരത്തി നമ്മുടെ സ്വന്തം. ഇങ്ങനെ പരശതം മോട്ടോർ വെസലുകളാൽ ശുഭയാത്ര വസന്തം. വായുവിലൂടെ കുതിക്കും വിമാനം കാണുമ്പോൾ അതിലുണ്ടഭിമാനം. ഈസ്റ്റേൺ ജെട്ടികൾ വന്നാൽ നമ്മൾ കൊണ്ടുപകാരം. പുറമേ ബ്രേക്ക് വാട്ടർ അതിൻ ചന്തം കണ്ടാൽ എന്തലങ്കാരം. ഡീസാലിനേഷൻ പ്ലാന്റുകൾ വന്നു, കുടിവെള്ളത്തിൻ ക്ഷാമം തീർന്നു. പടനാഥ മുഹമ്മദ് സയ്യിദിൻ പേരിൽ കലാലയം വന്നു. പുറമേ B.Ed കോളേജ് ഉണ്ട് നമുക്ക് പ്രൗഢിയിലിന്നും. ഇൻഡോർ സ്റ്റേഡിയം ഉണ്ടത് 3, ജൂബിലി ഹാൾ ആന്ത്രോത്തിലുയർന്ന്. കമ്പ്യൂട്ടറുകൾ കൊണ്ടു കലാലയം ഭംഗി പുണർന്ന്. നമ്മുടെ വിദ്യാർത്ഥികളുടെ നിലവാരം ഇന്ന് ഉന്നതി പൂണ്ട്. വാർത്താവിതരണ ശൃംഖല വിപുലം, ഇന്റർനെറ്റ് മൊബൈലുകൾ സുലഭം. IT-യും ശാസ്ത്ര ഗവേഷണ മേഖലയിൽ മുന്നേറ്റം. ഇങ്ങനെ ദ്വീപു നിവാസികൾ കൊണ്ട് സയ്യിദ് ഭരിച്ചതിൻ നേട്ടം. ഉന്നത ബിരുദം നേടിയെടുത്ത ഡോക്ടർമാരെ കൊണ്ട് വിദഗ്ധ ആശുപത്രികളീ ദ്വീപിൽ സ്ഥാപിതമായത് മേവം. നമ്മുടെ കൺമണിയായ PM സയ്യിദിൻ ഉന്നതഭാവം. ആഴക്കടലിൽ ചൂര പിടിച്ചും തൊണ്ട് നനച്ചതിൽ കയറ് പിരിച്ചും പായക്കപ്പലിൽ ദിശയറിയാതെ കടലിലലഞ്ഞും ഇങ്ങനെ പാടാരിപ്പെട്ടൊരു ജനതകൾ ദ്വീപിൽ വാണിടും കാലം. ആഴക്കടലിൽ ചൂര പിടിച്ചും തൊണ്ട് നനച്ചതിൽ കയറ് പിരിച്ചും
പായക്കപ്പലിൽ ദിശയറിയാതെ